നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വസ്തുവിൻ്റെ ലെങ്ത് അളക്കാൻ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രീൻ്റെ ഒക്കെ ലെങ്ത് അളക്കാൻ നമ്മളിങ്ങനെ അളക്കും, സാധാ ടാപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ അളക്കാം. അപ്പോൾ കയറാതെ എങ്ങനെ ഇതിൻ്റെയൊക്കെ നീളം അളക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഹൈറ്റ് എങ്ങനെ അളക്കാം, അതേപോലെ സ്റ്റെയർസൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. നമ്മൾ മാത്തമാറ്റീഷ്യൻസ് ടാപ്പൊന്നും ഇല്ലാതെ എങ്ങനെ ലെങ്ത് അളക്കുക എന്നുള്ളതിനൊരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. അതാണ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ ട്രൈ എന്ന് പറയുമ്പോൾ 3, ഗോണോ എന്ന് പറയുമ്പോൾ സൈഡ്സ്, മെട്രി മെഷർമെൻറ്റ്സ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. ദ സയൻസ് ഓഫ് മെഷറിങ് ട്രയാങ്കിൾസ് ആണ് ട്രിഗണോമെട്രി. ട്രയാങ്കിൾസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. ട്രയാങ്കിൾസിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാങ്കിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് അതിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിൽ എന്താണ് പറഞ്ഞത്, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡാണ്. ബേസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ബേസ് ആയിട്ട് താഴെ വരുന്ന സൈഡാണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. അതായിരിക്കും ഏറ്റവും വലിയ സൈഡ് വരിക. കാരണം 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഏറ്റവും വലിയ ആംഗിൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ന്യൂസ്. അതാണ് ഏറ്റവും വലിയ സൈഡ് വരിക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കിട്ടാൻ ബാക്കിയുള്ള രണ്ട് സൈഡിൻ്റെയും സ്ക്വയർ തമ്മിൽ കൂട്ടിയാൽ മതി. അതാണ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. പൈതഗോറസ് തിയറം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ ഈ വർഷം പുതിയതായിട്ട് പഠിക്കുന്നത് ഇത് 3 റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ. റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചിട്ട് തന്നെയാണ് ട്രിഗണോമെട്രി പറയുന്നത്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിളും സൈഡ്സും തമ്മിലുള്ള റിലേഷനാണ്. ഒരു ആംഗിളും ഒരു സൈഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആംഗിളും സൈഡ്സും ഒക്കെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് 1 സെൻറ്റിമീറ്ററും ബേസാണിത്. ഒരു ആംഗിൾ 45 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റേ ആംഗിൾ 45 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സൈഡ് എത്രയാണ് വരിക, ഇത് രണ്ടും 45 ആണ് വന്നത്, ഇത് 90യും. അപ്പം ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 45ഉം 45ഉം ഈക്വൽ ആംഗിൾസാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഏതൊക്കെയാണ് വരിക, ഇപ്പോൾ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡ്, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഈ 45ന് ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇതും 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പം ഇതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ് വരുന്നത്, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 45 പിന്നെ വലിയ ആംഗിൾ 90. അപ്പോൾ ചെറുതുനിന്ന് വലുതിലോട്ട് ചെയ്ത ആംഗിൾസിൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ് വരുന്നത്, ഈ 45ന് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ, മറ്റേ 45ന് ഓപ്പോസിറ്റും 1 സെൻറ്റിമീറ്റർ. 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയായിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ആണ്. ബേസും ഓൾട്ടിറ്റ്യൂഡും 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഹൈപ്പോട്ന്യൂസ് എത്ര വരും, ഹൈപ്പോട്ന്യൂസ് എന്താണ്, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്, അപ്പോൾ ഹൈപ്പോട്ന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ സ്ക്വയറിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സ്ക്വയറിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആവും. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ന്യൂസ് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും, ബേസ് 1 ആണ്. അപ്പോൾ ബേസ് സ്ക്വയർ എന്നുള്ളത് 1 സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡും ഇവിടെ 1 തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളിടത്ത് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് 1 സ്ക്വയർ 1 തന്നെ. അപ്പോൾ റൂട്ട് 1 + 1 എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഹൈപ്പോട്ന്യൂസ് വന്നിട്ടുള്ളത് ഇവിടെ √2 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സൈഡ്സ് വന്നിട്ടുള്ളത്, 1 1 √2 എന്ന് വെച്ചാൽ 1:1:2
√2 എന്ന റേഷ്യോയിലാണ് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ആംഗിൾസ് 45, 45, 90 ഡിഗ്രി ഇങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 പകരം 3 ആണെന്ന് വിചാരിക്കുക. ബേസ് 3 വന്നു, ഒരു ആംഗിൾ 45 അപ്പോൾ മറ്റേ ആംഗിളും 45 തന്നെ വരും. റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, ഒരു ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഒന്ന് 45 വന്നാൽ മറ്റേതും 45 വരണ്ടേ? അല്ലല്ലേ 45 + 45 90 + 90 180 കിട്ടുള്ളൂ, 3 ആംഗിളും കൂടെ കൂട്ടിയാൽ. അപ്പോൾ ഇവിടെ ബേസ് 3 വന്നാൽ നോക്കിക്കേ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ അല്ലേ? അപ്പോൾ ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ്, ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇത്. അത് 3 ആയതുകൊണ്ട് തന്നെ ഈ 45നും ഓപ്പോസിറ്റുള്ള സൈഡ്, ഈ 45ന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? ഇതല്ലേ? ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഇതല്ലേ? ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് ഇതും ഇതും. അപ്പോൾ ഈ ആംഗിളിൻ്റെ 45 ഡിഗ്രി ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റാണ് എ സി എന്ന് പറയുന്ന സൈഡ് വരുന്നത്. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റാണ് എ ബി എന്ന് പറയുന്ന സൈഡ് വരുന്നത്. അപ്പോൾ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ആംഗിളിൻ്റെ ലെറ്റർ ആ ഓപ്പോസിറ്റുള്ള സൈഡിൽ ഉണ്ടാവില്ല. അപ്പോൾ ആംഗിൾ സീൻ്റെ ഓപ്പോസിറ്റ് സി അല്ലാത്ത ബാക്കിയുള്ള 2 ലെറ്റർ എ ബി ആയിരിക്കും. ഓക്കെ, അപ്പം ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റുള്ള എ സിയും ആംഗിൾ സിക്ക് ഓപ്പോസിറ്റുള്ള എ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി 3 ആയതുകൊണ്ട് എ സിയും 3 തന്നെ ആയിരിക്കും, കാരണം ആംഗിൾസ് അവിടെ ഈക്വൽ ആണ്. അപ്പോൾ 2 സൈഡ് നമുക്ക് കിട്ടി 3, 3. ഇനി ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു √ഓഫ് ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് 3 ആണ്, ഓൾട്ടിറ്റ്യൂഡും 3 ആണ്. അപ്പോൾ √ഓഫ് 3² + 3². √ഓഫ് 3² 9 + 3² 9 തന്നെ. അപ്പോൾ √18. √18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക? 18 എന്ന് എഴുതുക. പ്രൈം ഫാക്ടർ ഫസ്റ്റത്തെ പ്രൈം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 18. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വന്നു. 8ൽ 9 2 ആണുള്ളത്. ഇനി 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ 3, 3ൽ 3. അപ്പോൾ √18 നമുക്ക് 2 × 3 × 3 എന്ന് എഴുതാം. അപ്പോൾ ഉള്ളിൽ 2 നമ്പേഴ്സ് വരുമ്പോൾ ഒരേപോലത്തെ പെയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിനെ റൂട്ടിൻ്റെ ഉള്ളിൽ 2 വന്നാൽ 2 ഒരേപോലത്തെ വന്നാൽ ഒന്നിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3 × 3 9 ആണ്. 9ൻ്റെ √3 വരും. അങ്ങനെയാണ് ഒന്നിനെ പുറത്തെടുക്കുന്നത്. 2 വന്നാൽ ഒന്നിനെ പുറത്തെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം റൂട്ടിൻ്റെ ഉള്ളിലെ 3 × 3നെ റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ ഒന്നിനെ പുറത്തെടുക്കാം. 2ന് പെയറില്ല. അപ്പോൾ √2 ഒറ്റയ്ക്ക് തന്നെയാണ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്. 2 ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പുറത്തെടുത്തിട്ട് 3 × 2 6 എന്ന് ഇതായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ 2 × 18നെ 2 × 9 എന്ന് എഴുതിയാലും മതി. 9ൻ്റെ √3 ആണ്. അപ്പോൾ 3നെ പുറത്ത് വന്നു, റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നു. 9ൻ്റെ റൂട്ട് എടുത്തപ്പോൾ 3 പുറത്ത് വന്നു. റൂട്ടിൻ്റെ ഉള്ളിൽ 2 ബാക്കിയുണ്ട്. അപ്പോൾ 3 √2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. √3 √2. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നത്? 3:3 √2. ഇങ്ങനെയാണ് ഇവിടുത്തെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ വന്നത്. ആംഗിൾ 45, 45, 90 തന്നെയാണ്. അപ്പോൾ ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ ഒരു ആംഗിൾ 45 ആണെങ്കിൽ മറ്റേ ആംഗിളും 45 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അപ്പോൾ സൈഡ് 1 ആയതുകൊണ്ട് 1, 1 √2 എന്ന് വന്നു. ഇനി സൈഡ് 3 ആണെങ്കിൽ 3, 3 ആ 3നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കിട്ടും. ഇനി ഒരു സൈഡ് 5 വരുമ്പോഴോ, ഇവിടെ ഒരു സൈഡ് 5 വന്നപ്പോൾ നോക്കിക്കേ, ഇവിടെയും 5 വരും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് വരിക 5 √2 ആയിരിക്കും. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാതെ തന്നെ ഈ ഒരു റേഷ്യോയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റേഷ്യോ ഓർത്ത് വെച്ചാൽ മതി. 45, 45, 90 ഡിഗ്രി ഇങ്ങനെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. അപ്പോൾ 5 വരുമ്പോൾ എല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 5 ആണെങ്കിൽ എല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിച്ചാൽ ബാക്കി എല്ലാ സൈഡും നമുക്ക് കിട്ടും. 5, 5 √2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 √2. 90ക്ക് ഓപ്പോസിറ്റുള്ള വലിയ സൈഡ് 5 √2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഓൾജിബ്രയിൽ ഇതാണെങ്കിൽ x √2 എന്ന റേഷ്യോയിലായിരിക്കും 45, 45, 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വന്നാൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ വരിക 1:1:√2.
അടുത്ത നമ്മൾ പറയാൻ പോകും ഇത് തന്നെയാണ് സെൻറ്റൻസ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ബോത്ത് ദ ഷോർട്ടർ സൈഡ്, രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഷോർട്ടർ സൈഡ് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദി ലെങ്ത് ഓഫ് ദി ലോങ് സൈഡ്, വലിയ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √2 ടൈംസ് ദിസ് ലെങ്ത്, ഈ ഷോർട്ടർ സൈഡിൻ്റെ √2 ടൈംസ് ആയിരിക്കും. എന്നുവെച്ചാൽ 1:1:√2 x:(x:) ഇത് തന്നെയാണ് അവിടെ സെൻറ്റൻസ് ആക്കി കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് വെച്ചിട്ടല്ല അടുത്തത് ഇപ്പോൾ എപ്പോഴും 45 ആയിരിക്കില്ല. ഇവിടെ ഇപ്പോൾ കൊടുത്തത് ഒരാംഗിൾ റൈറ്റ് ട്രയാങ്കിൾ തന്നെയാണ്, ഒരാംഗിൾ 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ ആംഗിൾ 60 അല്ലേ വരുള്ളൂ, രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടണ്ടേ. ഒരാംഗിൾ 90 ആണ്, 90 180 കിട്ടണമെങ്കിൽ ഒന്ന് 30 വന്നാൽ മറ്റേത് 60 വരണം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 സെൻറ്റിമീറ്റർ ബേസ് കൂട്ടിയിട്ടുണ്ട്, ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. 30 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, 30 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് കൂട്ടി, എന്നിട്ടിത് തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ 30 ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇവിടെ 30 60 വന്നല്ലോ, ഇവിടെ 60 ആണ്, ഇവിടെ 30 വന്നതുകൊണ്ട് ഇവിടെയും 60 ആണ്. അപ്പോൾ 3 ആംഗിൾസും 60 ആയി. ഇതൊരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ അല്ലേ, ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ഈക്വൽ ആണ്. അതേപോലെ 3 സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു സൈഡ് വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണ് വന്നത്? 1 + 1 2 അല്ലേ. അപ്പോൾ ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് 1, ഇത് 2. അപ്പോൾ ഇത് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ ഇത് 1, ഇത് 2. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് വലുത്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള രണ്ട് സൈഡിൻ്റെ സ്ക്വയറും കൂട്ടുകയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡും ബേസൊക്കെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 2 അല്ലേ വന്നത്, അപ്പോൾ 2 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ബേസ് ഇവിടെ 1 അല്ലേ വന്നത്, അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ √2 സ്ക്വയർ 4 ആണ്, 1 സ്ക്വയർ 1 ആണ്. √4 - 1 3. അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈറ്റ് വന്നിട്ടുള്ളത് √3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സൈഡ് കിട്ടി 1 √3 2 അല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 30ക്ക് ഓപ്പോസിറ്റ് 1 ഈസ് 60ക്ക് ഓപ്പോസിറ്റ് √3 ഈസ് 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2. അപ്പോൾ 1:√3:2 എന്ന റേഷ്യോയിലാണ് 30 60 90 ഡിഗ്രി ഇങ്ങനെ വന്നാൽ വരിക. ഇത് നമ്മൾ ഓർത്ത് വെക്കണം, ഇത് നോട്ട് ചെയ്ത് വെക്കണം. 45 90 ഡിഗ്രി ഇങ്ങനെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എങ്കിൽ അവിടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ വരുന്നത് 1:1:√2 ആണ്. 30 60 90 ഡിഗ്രി ഇങ്ങനെ ആംഗിൾ വരുമ്പോൾ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അതിന് മുന്നേ ഈ ടേബിളൊന്ന് നോക്കാം. ഇപ്പോൾ എപ്പോഴും 1 ആയിരിക്കില്ലല്ലോ സൈഡ് വരിക. അപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു സെൻറ്റിമീറ്ററിന് പകരം 2 വന്നാൽ എന്ത് ചെയ്താൽ മതി? ആ 1:√3:2 എന്ന റേഷ്യോനെ മൊത്തത്തിൽ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആണ് 2 വന്നത് അല്ലേ. 1ന് പകരം 2 വന്നു. അപ്പോൾ മൊത്തത്തിൽ 2 കൊണ്ട് റേഷ്യോനെ മൊത്തത്തിൽ ഒരേ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ 2 വന്നപ്പം ഈ സൈഡ് എന്ത് വന്നു? 2√3 വന്നു. ഈ സൈഡ് എന്ത് വന്നു? 4 സെൻറ്റിമീറ്റർ. മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1ന് പകരം 2 വന്നാൽ ഇവിടെ 2√3 വരും, ഇവിടെ 2 × 2 4 വരും. അപ്പോൾ 3 വന്നാലോ? ഇവിടെ 3നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 6 വരും. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 6 സെൻറ്റിമീറ്റർ വരും.
30ക്ക് ഓപ്പോസിറ്റ് 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. 30ക്ക് ഓപ്പോസിറ്റ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഡബിൾ 6 ആയിരിക്കും. 1 വന്നപ്പോൾ ഡബിൾ 2 വന്നു, 3 വന്നപ്പോൾ ഡബിൾ 6 വന്നു, 2 വന്നപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് 2 വന്നപ്പോൾ വലിയ ആംഗിൾ ഓപ്പോസിറ്റ് 4 വന്നു. ഡബിൾ ആയിരിക്കും ഓപ്പോസിറ്റ് വരിക. പിന്നെ ഇടയിലുള്ള 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് വരാം, മിഡിൽ സൈഡ് വരാം, മിഡിൽ ലെങ്ത്ത് വരുന്ന ആ സൈഡ് വരാം. ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ √3 ടൈംസ് ആയിരിക്കും. അതിന് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ 3 √3 6 സെൻറ്റിമീറ്റർ ഈ രീതിയിലാണ് വരുന്നത്. ഇനി 5 വരുമ്പോൾ സിമ്പിളാണ്. 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കണ്ടുപിടിക്കാൻ 5നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡും കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഈ റേഷ്യോ ഓർത്ത് വെക്കുക. മറ്റേ ഏതെങ്കിലും ഒരു സൈഡിന് മാറ്റം വന്നാൽ, ഇപ്പോൾ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് മാറുന്നതെങ്കിൽ മൊത്തത്തിൽ ആ നമ്പർ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് അതുതന്നെയാണ് ഇവിടെ സെൻറ്റൻസ് ആക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ടൈംസ് ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്. ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഏറ്റവും ചെറിയ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ 2 ടൈംസ്, ഡബിൾ ആയിരിക്കും വലിയ സൈഡ്. അതേപോലെ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി മീഡിയം സൈസ് ഈസ് √3 ടൈംസ് ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്തിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീഡിയം സൈസുള്ള ലെങ്ത്തിനുള്ള 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അത് കിട്ടും. √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. മുനമ്മുറക്കു അടുത്ത പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലായിരിക്കും എക്സാമിന് വരിക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ? താഴെ കൊടുത്തിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അപ്പോൾ B എന്ന് പറഞ്ഞാൽ ബേസ്, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ബേസ് ഇതാണ്, ഹൈറ്റ് ഇതാണ്. അപ്പോൾ രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ വരയ്ക്കുന്ന ബൈസെക്ടർ ഓപ്പോസിറ്റുള്ള സൈഡിനെയും ബൈസെക്റ്റ് ചെയ്യുന്നറിയാം. അപ്പോൾ ഈ 2 സൈഡും ഈക്വൽ ആണ്, ആ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ, ഇതിന് ആംഗിളിനെയും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 60 ആയിരിക്കുമല്ലോ, ഇവിടെയും 60 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റുള്ള ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അത് എത്രയാണ് വരിക? ഇത് 90 വന്നു, ഇത് 60 വന്നു. അപ്പം 90 60 30 അല്ലേ വരിക? ഇത് 30, ഇതും 30 ആയിരിക്കും. അപ്പം നമുക്കറിയാം 30 60 90 ഈ രീതിയിൽ ആംഗിൾ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു റേഷ്യോ? 30 60 90 വന്നു കഴിഞ്ഞാൽ ചെറുതെന്ന് വലുതിലോട്ട് ചെയ്താട്ടോ ആംഗിൾ. അപ്പോൾ ആ റേഷ്യോ കറക്റ്റ് ആവുക. അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ഇതായിരുന്നു റേഷ്യോ. അപ്പോൾ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അപ്പോൾ ഈ രീതിയിലാണ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ 2ന് പകരം അവിടെ വന്നിട്ടുള്ളത് 4 ആണ്. 2ന് പകരം ഇവിടെ വന്നിട്ടുള്ളത് 4 ആണ്. അപ്പോൾ 2 4 ആയത് എങ്ങനെയാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ. അപ്പോൾ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √3നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2√3 എന്ന് വരും. 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2. മൊത്തത്തിൽ ആ റേഷ്യോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2:2√3:4 എന്ന് വന്നു. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. 60ക്ക് ഓപ്പോസിറ്റ് 2√3 വരും. 2√3 വരും 60ക്ക് ഓപ്പോസിറ്റ്. 30ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 2. 30ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 2. അപ്പോൾ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി, ഹൈറ്റ് നമുക്ക് കിട്ടി. ബേസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണല്ലോ നമുക്ക് കാണുന്നത്. അപ്പം മൊത്തത്തിലാണ് ബേസ്. അപ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ
ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് 2√3 ആണെങ്കിൽ ഇപ്പുറത്തും 2√3 തന്നെ ആയിരിക്കുമല്ലോ, ഇതേ അളവുകളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇവിടെയും 2√3. അപ്പോൾ രണ്ടും കൂടെ ചേർന്നാൽ ഈ വലിയ സൈഡ് 4√3. അപ്പോൾ ബേസ് വരുന്നത് 1/2 ഇൻറ്റു ബേസ് 4√3 ഇൻറ്റു ഹൈറ്റ് 2. അപ്പോൾ മുകളിലും 2 താഴെയും 2 ക്യാൻസൽ ചെയ്ത് പോയാൽ 1 ഇൻറ്റു 4√3. അപ്പോൾ 4√3. ഏരിയ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഇതൊക്കെ സെൻറ്റിമീറ്ററിൽ തന്നത്, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഏരിയ വരിക. 4√3 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വന്നിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇനി നമ്മൾ ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ആണല്ലോ. അപ്പോൾ പാരലോഗ്രാമിന് 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 2 ട്രയാങ്കിളിൻ്റെയും കൂടെ ഏരിയ 2 ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഹാഫ് BH കൂടെ കൂട്ടിയാൽ 1 BH. അപ്പോൾ BH ആണ്, 1 BH എന്ന് പറഞ്ഞാൽ B ഇൻറ്റു H, 1 BH ആണ് പാരലോഗ്രാമിൻ്റെ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ടു B ഇൻറ്റു H. അപ്പോൾ ബേസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, 4ഉം തന്നിട്ടുണ്ട് അല്ലേ. ബേസ്, ആ ബേസിലോട്ടുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ ബേസിലോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആംഗിൾ 45 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംഗിളും 45 ആയിരിക്കും. നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചത് കൊണ്ട് തന്നെ ഇത് 90 ആയിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ആംഗിൾ വന്നിട്ടുള്ളത് 45, 90. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വന്നിട്ടുള്ളത് 45, 90 ഡിഗ്രി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ഇങ്ങനെയല്ലായിരുന്നോ? 1:1:√2. ഓക്കെ, അപ്പോൾ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 ആണ്. ഇവിടെ √2ന് പകരം ഇവിടെ 2 ആണ് തന്നിട്ടുള്ളത്. √2 എന്ത്, അപ്പോൾ ആ √2നെ എന്ത് ചെയ്താലാണോ √2 ആ സെയിം നമ്പർ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ √2 എങ്ങനെയാണ് 1 ആയത്? √2നെ എന്ത് ചെയ്യുമ്പോഴാണ് 1 ആക്കിയത്? നമുക്ക് √2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 കിട്ടുക. √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. അപ്പോൾ ഈ 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബാക്കിലുള്ള നമ്പർ കിട്ടും. 1നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് √2 കിട്ടുന്നത്. √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. √2നെ √2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 1 കിട്ടുക. ഓക്കെ, അപ്പോൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബാക്കത്തെ സൈഡ് കിട്ടും. അപ്പം 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ സൈഡ് കിട്ടും. 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2/√2. ഇവിടെ 2 വന്നതുകൊണ്ടാണ് ഇവിടെ 2/√2. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകുമ്പം എന്താണ് വരിക? √2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ. ഒരു സൈഡ് 1 വന്നാൽ രണ്ടാമത്തെ സൈഡും 1 തന്നെ വരും. മൂന്നാമത്തെ സൈഡ് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ബാക്കോട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു നാച്ചുറൽ നമ്പറാണ് വന്നതെങ്കിൽ √2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 2 ആണ് വന്നതെങ്കിൽ 2√2 വരും. ഇവിടെ 2ഓ 3 ഒക്കെ ആണ് വന്നതെങ്കിൽ ബാക്കത്തെ ഈ 45ന് ഓപ്പോസിറ്റുള്ള സൈഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 2 വന്നതുകൊണ്ട് 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ, 45ന് ഓപ്പോസിറ്റുള്ള രണ്ട് സൈഡും. അപ്പോൾ 2/√2 ഈ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് 45ന് ഓപ്പോസിറ്റുള്ളത് 2/√2 ആണെന്ന് കിട്ടി. നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. 45ന് ഓപ്പോസിറ്റുള്ള രണ്ട് സൈഡും 2/√2 വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം? √2നെ താഴെ ഡിനോമിനേറ്റർ √2 വരുമ്പോൾ അത് കളയണമല്ലോ. അപ്പോൾ √2/√2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ല മൾട്ടിപ്ലൈ ചെയ്യാം. √2/√2 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ കാണുമ്പോൾ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ സൈഡ് √2 ആണെന്ന് കിട്ടിയില്ലേ. ഓൾട്ടിറ്റ്യൂഡും ബേസും കിട്ടി. ഇനി നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. BH ആണല്ലോ പാരലോഗ്രാമിൻ്റെ ഏരിയ. ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്. ബേസ് എത്രയാണ്? ബേസ് 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസ് 4 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അത് 2/√2 ആണ്. അപ്പോൾ 4 ഇൻറ്റു ഹൈറ്റ് 2/√2. അപ്പോൾ ഡിനോമിനേറ്ററിൽ √2 വന്നു കഴിഞ്ഞാൽ നമ്മൾ √2/√2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്താലും വാല്യൂ ഒന്നും വരില്ല. അതുകൊണ്ട് √2/√2 അത് ക്യാൻസൽ ചെയ്ത് 1 ആയി പോവും. അപ്പോൾ താഴെ റൂട്ട് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ 4 ഇൻറ്റു 2 8√2 വന്നിട്ടുണ്ടാവും. താഴെ √2 ഇൻറ്റു √2 2 വന്ന് എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്. അപ്പോൾ 8/2 ചെയ്താൽ 4 കിട്ടും. √2 ഏരിയ ആയതുകൊണ്ട് cm². ഈ രീതിയിലാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, കാരണം 60 ഡിഗ്രി ആണ്. മറ്റേത് 30 60 90 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1√3 2 ഈ രീതിയിലാണ് വരിക. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ് വരിക. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം 60ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? √3 അല്ലായിരുന്നോ? 30ൻ്റെ ഓപ്പോസിറ്റ് 1 √3 2 ഈ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏരിയ കണ്ടുപിടിക്കാൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അത് ചെയ്താൽ അതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ രണ്ടും ഹോംവർക്ക് ആക്കിയിട്ട് ചെയ്യാം. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.